നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതചര്യയും ജീവിത കാലഘട്ടങ്ങളും. നമുക്കറിയാം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയ ഓരോ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയോധന കലയുമായിട്ട്, കളരിയുമായിട്ടൊക്കെ തന്നെ ബന്ധമുണ്ട്. ആ ബന്ധത്തെയാണ് നമ്മൾ ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് 10 മാസം ഗർഭത്തിൽ എങ്ങനെയാകുന്നു, ആ 10 മാസക്കാലത്തിൻ്റെ ട്രെയിനിങ്ങുകളായിരിക്കും കളരികളിൽ പണ്ട് കൊടുത്തിരുന്നത്. ഇന്നത് നാമാവശേഷമായിരിക്കുന്നു. അതിനുശേഷം 10 മാസം കഴിഞ്ഞ് വരുന്ന അവൻ്റെ ബാല്യം, കൗമാരം, യൗവനം, അതുപോലുള്ള കാര്യങ്ങൾ, വാർദ്ധക്യം, ശൈശവം തുടങ്ങിയ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവന് കിട്ടുന്ന ഗുണങ്ങളാണ് നമ്മൾ വരുന്നത്. ഒരു കുട്ടി പിച്ച വെക്കുന്നത് എങ്ങനെയാണ്? വളരെ മെല്ലെയാണ്. പിച്ച വെച്ചവൻ ആദ്യം നമുക്കറിയാം, എഴുന്നേറ്റ് നിൽക്കുന്നത്, നടക്കുന്നത്, ഓടുന്നത്, ചാടുന്നത് തുടങ്ങി അവൻ പക്വമാകുന്നത്, അങ്ങനെ തുടങ്ങി ഓരോന്നും നമ്മുടെ ഇതിനെ മാർഷൽ ആർട്ടിനെ അല്ലെങ്കിൽ കളരിപ്പയറ്റിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ കൃത്യമായി അറിയാവുന്ന ഗുരുക്കന്മാർക്ക് നന്നായി മനസ്സിലാവും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സിനിമ എങ്ങനെ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ആദ്യം നമ്മളൊരു കഥ എഴുതുന്നു, കഥാതന്തു ഉണ്ടാക്കുന്നു, അല്ലെ, ത്രെഡ് പറയണം, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സിറ്റുവേഷൻസുകളാണുള്ളത്, അതിന് വേണ്ട സംഗതികൾ നമ്മൾ കളക്ട് ചെയ്യുന്നു, എവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്യേണ്ടത്, തിരക്കഥ, സംവിധാനം, സംഭാഷണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വന്ന് ഒരു തിരശ്ശീലയിൽ വീഴുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു ശരിക്കും നമ്മൾ ആസ്വദിക്കുന്ന ലെവലിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത്. ഇതേപോലെ തന്നെയാണ് കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നതും. ഇപ്പൊ കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇറക്കുമ്പോൾ ഒരാൾ കത്തിക്ക് കുത്തുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ചെയ്തത്. അപ്പൊ അതിനകത്ത് പല കമന്റ്സ് ഞാൻ കണ്ടു. ഈ കമന്റ്സിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ മെല്ലെ കുത്തിത്തരുമ്പോൾ ആർക്കും ചെയ്യാൻ പറ്റും, പെട്ടെന്നൊരു അറ്റാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മളത് പഠിപ്പിച്ചെടുക്കുന്നെങ്കിലും ആ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സ്ലോയിലായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു സിനിമയിൽ വളരെ പെട്ടെന്നൊരു മൂവിൽ ഒരു എതിരാളി താഴെ പോകുന്നത് കാണിച്ചു, പിന്നീട് അതിന്റെ മറ്റു വശങ്ങളിൽ നിന്ന് സ്ലോ മോഷനിൽ കാണിക്കുമ്പോഴാണ് എങ്ങനെയാണ് അയാൾ താഴെ വീണതെന്ന് മനസ്സിലാവുന്നത്. ഇതേപോലെ തന്നെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെല്ലെ കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീഡിയോ ആണ്, ഇത് കാണുന്നവർക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് മെല്ലെ കുത്തുന്നത്. വേഗത്തിൽ കുത്തിയാലുള്ള കുഴപ്പം സ്റ്റുഡന്റിന് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പൊ ഒരാൾ വേഗത്തിൽ കുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? അതിലും ഫാസ്റ്റായിട്ട് ചിലപ്പോൾ കയറിയെന്നും അതിൽ അപകടം ഉണ്ടായിരുന്നിരിക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് ഇതിപ്പോ നമ്മളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്, നമുക്കറിയാം. ഞാൻ പഠിപ്പിക്കലല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ തിരിവുകളും മറിവുകളും, ഇപ്പൊ കൈയുടെ പിടുത്തങ്ങളിൽ തന്നെ പല വിധത്തിലുള്ള പിടുത്തങ്ങളുണ്ട്. ഒരു കത്തി നമ്മൾക്ക് പിടിച്ചു വാങ്ങണമെങ്കിൽ ആ കത്തിയുടെ വശങ്ങൾ, കത്തിയുടെ പല രീതികൾ, അതുപോലെ തന്നെ കൈയുടെ വശങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചിലർ പറഞ്ഞു, കളരിപ്പയറ്റ് ഇപ്പൊ ഈ പറയുന്ന പോലെ ചെയ്താൽ സ്ട്രീറ്റിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ ക്രാമാഗയുടെ ഒരു ഇൻസ്ട്രക്ടർ ആണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ക്രാമാഗ എന്താണെന്നുള്ളത് നിങ്ങൾ തേടിയാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. അതുകൊണ്ടാണ് പല ആയോധന കലകളുമായി ബന്ധിച്ച് കളരി ഒരു താരതമ്യം ചെയ്ത് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇറക്കുന്ന ഈ വീഡിയോയും ഡയറക്റ്റുള്ള ക്ലാസ്സുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് എൻ്റെ ആയിരക്കണക്കിന് വരുന്ന ശിഷ്യന്മാർക്ക് നന്നായി അറിയാം. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ്. പിന്നെ നിങ്ങൾ അയക്കുന്ന കമന്റുകൾക്ക്, നല്ല കമന്റുകൾക്ക് ഒരുപാട് സന്തോഷം. പിന്നെ ബാക്കിയുള്ള കമന്റുകൾ വളരെ മോശമായ കമന്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കമന്റുകളായിരിക്കും നമ്മുടെ പുതിയ വീഡിയോകളായിട്ട് വരുന്നത്. അതായത് ഒരു പ്രോബ്ലം ഉണ്ടാക്കുമ്പോൾ നമ്മളതിനെ 3 രീതിയിലാണ് പ്രതിരോധിക്കുന്നത്. ആദ്യം ഒരു പ്രോബ്ലം ഉണ്ടാക്കുമ്പോൾ സാധാരണക്കാരന്റെ അവസ്ഥയിൽ അവന് വേദനിക്കും അല്ലെങ്കിൽ വിഷമിക്കും. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതായി വരുമ്പോൾ വളരെ മോശമായ കമന്റുകൾ തരുന്നത്. എന്നാൽ രണ്ടാമതൊരു ഭാഗമുണ്ട്. അപ്പൊ നമ്മൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കും, രണ്ടാമതൊരു ഭാഗം. മൂന്നാമത്തെ ഭാഗം, നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഓപ്പർച്യൂണിറ്റികളായിട്ട് വിനിയോഗിക്കാൻ കഴിയും. ഈ മൂന്നാമത്തെ ഘട്ടത്തിലായിരിക്കും നമ്മൾ പ്രതിരോധിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ പഠിച്ചു വന്ന അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സംസ്കാരം, സമൂഹത്തിൽ നിന്ന് കിട്ടിയ സംസ്കാരം, ജാതി, മതം, രാഷ്ട്രീയം, വർഗം, വർണ്ണം തുടങ്ങിയ എല്ലാം തന്നെ അയാൾ സമൂഹത്തിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ ആ അനുഭവങ്ങളുടെ ആകത്തുകയായിരിക്കും അകത്തുനിന്ന് വരുന്ന ആ വാക്കുകൾ ചുണ്ടുകളിലൂടെ. അപ്പൊ അതിനെ ഞാൻ ഒരിക്കലും എതിർക്കുന്നില്ല, തെറ്റല്ല. കാരണം DNA നമുക്കൊരു സത്യമായി അംഗീകരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പൊ ഇതിനെല്ലാം നിങ്ങൾ കണ്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, മെല്ലെ കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മെല്ലെ ചെയ്യാവുന്നോ, കത്തി പിടിച്ച് മേടിക്കാവുന്നോ. നമ്മൾ ആരോടും കത്തി മേടിച്ച് പിടിക്കാന്ന് പറഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് പ്രയോഗം ഉണ്ടാവും. അപ്പൊ അതിൽ ചില പ്രയോഗങ്ങൾ പാരമ്പര്യമായിട്ട് അനുഷ്ഠിക്കുന്ന അതേപടി തന്നെ നമ്മൾ നിലനിർത്തുന്നുണ്ട്. അത് നടക്കുമെന്നല്ല നമ്മൾ പറയുന്നത്, ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു എന്ന് കാണിക്കാനാണ് അത് ചെയ്യുന്നത്. പിന്നെ വേഗതയാക്കുന്നത് പെട്ടെന്നല്ല. ഇപ്പൊ ആദ്യമേ നമ്മൾ പഠിക്കുമ്പോൾ കൈകളുടെ തട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചുവടുകൾ തുടങ്ങി മെല്ലെ മെല്ലെ വന്നിട്ട് അത് വടി, കുറുവടി, ചെറുവടി അങ്ങനെ വന്നിട്ട് മെല്ലെ കത്തി, കടാരം അങ്ങനെ പോവല്ലേ. അപ്പൊ അതിനെന്തിനാണ് അങ്ങനെ ഒരു ഇത് ഇറക്കി വെച്ചിരിക്കുന്നത്? നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ സിലബസ് അനുസരിച്ച് പഠിക്കുമ്പോൾ അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്. നേരിട്ടൊരു വീഡിയോ കണ്ടിട്ട് ഒരു ജ്യോതിഷനെ പോലെ
കംപ്ലീറ്റ് കാര്യങ്ങൾ ഭാവിയിൽ വരാനിരിക്കുന്ന മുഴുവൻ പ്രവചിക്കുന്ന ആൾക്കാരോട് എനിക്ക് എന്ത് പറയാനുള്ളത്? അപ്പോൾ എന്തായാലും നിങ്ങളുടെ സംസ്കാരമൊക്കെ അനുസരിച്ച് തന്നെ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. അത് നിങ്ങളുടെ വിജയത്തെയോ പരാജയത്തെയോ നിർണ്ണയിക്കട്ടെ. എന്തായാലും ഇതിൽ പുതിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് വരാം. നേരെ വീഡിയോയിലേക്ക്. കഴിഞ്ഞ പ്രാവശ്യം കുത്തിയ അതേ രീതിയിലാണ് കുത്തിയത്. ഇപ്പൊ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്താണ് മനസ്സിലായത്? നമ്മളിപ്പോൾ ഒരാൾ കുത്തി കയറിപ്പോയി, ഇയാൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളതല്ലേ ചോദ്യമുണ്ട്. ഇവിടെ കുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത, നിങ്ങൾ കാണാത്ത, വേഗത കൂടിയ കാണാത്ത പല കാര്യങ്ങളുണ്ടാവും. വളരെ ശ്രദ്ധിക്കാം. ഈ കുത്തുന്ന സമയത്ത് നമ്മൾ മാറുന്നുണ്ട്, ഈ ഭാഗത്തു നിന്ന് കൈകൊണ്ട് തട്ടുന്നുണ്ട്. ഇവിടെ കയറി ഇങ്ങനെ പിടിച്ച് നമ്മൾ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത, നിങ്ങൾക്ക് കണ്ണിൽപ്പെടാത്തൊരു കാര്യം ഇവിടെ നോക്കുക. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് കയറിപ്പോയത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കളരിൽ പോയിട്ട്, ഇത് നമ്മുടെ ശിവാജി മഹാരാജ് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം എന്ന് പറയപ്പെടുന്നത് വ്യാഘ്രനഖം എന്നാണ് ഇതിന്റെ പേര്. ഇത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ നോക്കുക. പല കളരികളിൽ നമ്മൾ സൂക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. നമ്മളത് പൈതൃകം എന്ന രീതിയിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതില് ഈ വിരലുകൾ നമ്മൾ കയറ്റിയിടുന്നു. ഇങ്ങനെ വെച്ചാൽ അറിയില്ല, കണ്ടോ? നേരെ ഇങ്ങനെ കൈയോടെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല. അപ്പൊ കുത്തു വരുന്ന സമയത്ത് ചെയ്യുന്നത്, ഇതങ്ങോട്ട് തട്ടുകയും നമ്മളിപ്പോ ഇവിടെയാണ് ചെയ്യുന്നത്, വലിക്കുന്നത്. ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വേണേ കളയാൻ, കണ്ടോ? അപ്പൊ കളയുമ്പോൾ ഈ പെടലി അങ്ങോട്ട് പോവുകയും ഇത് കൈക്കുള്ളിയോടെ ഇരിക്കുകയും ചെയ്യും. അപ്പൊ ഈ കത്തി ഇങ്ങോട്ട് വരത്തുമില്ല, നമ്മൾ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇത് പെട്ടെന്ന് ചെയ്താൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും? ഇതിനും പുറകില് കുറച്ചേറെ കാര്യങ്ങളുണ്ട് ഇത് പഠിക്കുന്നതിന് പുറകിലായിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ബാക്കിയിലേക്ക് നമുക്ക് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്താൽ എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. അതുകൊണ്ടാണ് വളരെ മെല്ലെ കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഇവിടെ, ഇപ്പം ഞാൻ കാണിച്ചതിലേക്ക് എത്താൻ എത്രയോ കാലങ്ങൾ, എത്രയോ സ്റ്റെപ്പുകൾ കയറി വന്നാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നറിയോ? ഇത്രയും കൃത്യതയോടെ ദിനംദിനമായിട്ട് നന്നായിട്ട് പരിശ്രമിച്ചിട്ടാണ് ഇത്രയും നമ്മൾ എത്തിയതും നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പണായിട്ട് ഈ കാര്യങ്ങൾ വരുന്നു തരുന്നത്. അതുകൊണ്ട് സ്ട്രീറ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് 100% അതിനകത്ത് അതിന് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ പലരും ചോദിച്ചിട്ടുണ്ട് MMA ഫൈറ്റ് ചെയ്തുകൂടെ? MMA എന്ന് പറയുന്നത് സ്ട്രാറ്റജി തന്നെ വേറെയാണ്. കളരി പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് കുറച്ചേറെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ലക്ഷ്യങ്ങൾ തന്നെ വ്യത്യാസമാണ്. അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ. അത് ഒരു ചോദ്യം നിങ്ങൾ ഇടുമ്പോൾ അതിന് താഴെ വന്ന് അത്രയും നേരം ടൈപ്പ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പലർക്കും ഇടുമ്പോൾ എൻ്റെ പേരിൽ കൂടെ തന്നെ ഞാൻ ഫോൺ നമ്പർ തരുന്നത്. ആ ഫോൺ നമ്പർ വിളിച്ച് ചോദിക്കാനാണ്. എന്നിട്ട് നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സംവദിക്കാം. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തായാലും കഴിഞ്ഞ ഈ 10-32 വർഷക്കാലത്തെ പഠിപ്പേരിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസുകളാണ് ഞാൻ ഷെയർ ചെയ്യണത്. അത് മനസ്സിലാവേണ്ടിയവർക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും ഈ വീഡിയോയിൽ അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും വരാം. അടുത്ത വീഡിയോയിൽ കാണാം.